അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിസി ജോണിന് മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. ഡിസംബർ 10-നാണ് വോട്ടെടുപ്പ്. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് പ്രതിനിധി സജി തടത്തിൽ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടത് വലത് NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൽ നിന്നും മത്സരിക്കുന്ന ജോൺ ജോർജ് എന്ന രാജു കളരിക്കിലാണ് ആദ്യം പത്രിക സമർപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:30-യോടെ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിക്ക് മുമ്പാകെയാണ് പത്രിക കൈമാറിയത്. 3-ാം വാർഡിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകരാണ് UDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. 12 മണിയോടെ ഇടത് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് പ്രതിനിധിയായ മാത്യു TD എന്ന ജോയ് തോട്ടനാനി പത്രിക സമർപ്പണത്തിനായി എത്തി. ജോയ് തോട്ടനാനിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് മാവേലി നഗർ ജനകീയ കൂട്ടായ്മയാണ്. മൈനോരിറ്റി മോർച്ച ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് ഷാജി ജോൺ പാറശ്ശേരിലാണ് BJPക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങുന്നത്. 12:30-ഓടെ BJP സ്ഥാനാർത്ഥിയും എത്തി പത്രിക സമർപ്പിച്ചു. ഷാജി ജോണിന് കെട്ടിവെക്കാനുള്ള തുക പാർട്ടി തന്നെയാണ് നൽകിയത്. വെള്ളിയാഴ്ചയാണ് പത്രിക സമർപ്പണത്തിനുള്ള അവസാന തീയതി. ഏതാനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൂടി മത്സരരംഗത്ത് ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. പത്രിക സമർപ്പണം പൂർത്തിയാക്കിയതോടെ ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാനുള്ള തയ്യാറെടുപ്പാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. ഡിസംബർ 10-നാണ് വോട്ടെടുപ്പ്.